തൃപ്പൂണിത്തുറയിൽ 15 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. സംശയങ്ങൾ പലയിടത്തേക്കും നീണ്ടു. അവനെ തള്ളിയിട്ട് കൊന്നതാണോ, ഇനി അവൻ സ്വയം ചാടി മരിച്ചതാണോ, അങ്ങനെ പല പല സംശയങ്ങൾ. മരണപ്പെട്ട കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവൻ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി എന്ന് അവൻ്റെ മാതാപിതാക്കളും അതോടൊപ്പം അവന് പ്രിയപ്പെട്ടവരും തിരിച്ചറിയുന്നത്, അതും അവൻ്റെ മൊബൈൽ ചാറ്റിലൂടെ. ആരെയാണ് ഇതിലൂടെ കുറ്റപ്പെടുത്തുക? വളരെ വേദനയോടെ കേട്ടൊരു വാർത്തയാണിത്. അതായത് 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി വെറും 3 മാസമേ ആയുള്ളൂ ഈ പറയുന്ന സ്കൂളിലേക്ക് അവനെ ചേർത്തിട്ട്. അതായത് മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ എന്തോ ഇഷ്യൂ ഉണ്ടായി, അവൻ സസ്പെൻഷനിലൊക്കെ ആയിരുന്നു. അതേ തുടർന്ന് അവന് കുറേ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. ആദ്യം 1 വീക്ക് സസ്പെൻഷൻ ആയിരുന്നു, പിന്നീട് അത് 2 വീക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു വൈസ് പ്രിൻസിപ്പൾ. അതിനുശേഷം ഈ കുട്ടിയെ ഐസൊലേറ്റ് ചെയ്തു, ഒരു റൂമിൽ തന്നെ ഇരുത്തി അതും ഒരു ടൈപ്പ് ഓഫ് മാനസിക ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി സൃഷ്ടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ വീട്ടുകാർ പറയുന്നത്, അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം കുട്ടി ഡെയിലി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് കരയുമായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷമമൊക്കെ സഹിക്കാതെയാണ് അവർ സ്കൂൾ മാറ്റി കുറച്ചുകൂടെ ബെറ്റർ എന്ന് കരുതി കൊണ്ട് ചേർത്തത്. പക്ഷെ അവിടെയും നേരിട്ടത് അതിക്രൂരമായ റാഗിങ് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, കോളേജുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, പിന്നീട് അതും നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വൺസിന്റെ വയലൊക്കെ സംഭവിക്കാറുണ്ട്. എങ്കിലും മുൻപുണ്ടായിരുന്നത്ര ഇപ്പോൾ കുറഞ്ഞു, കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. പക്ഷെ ഇവിടെ ആ കുട്ടി അനുഭവിച്ചത് അതിക്രൂരമായിട്ടുള്ള റാഗിങ് എന്നതിനെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. ശരിക ശ്രദ്ധിച്ചിരുന്നില്ല എന്തൊക്കെയാണ് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചതെന്ന്. അതെ, അത് ആ കുട്ടിയുടെ അമ്മയുടെ തുറന്ന കത്തിലൂടെയാണ് പുറത്തറിയാൻ സാധിച്ചത്. അതോടൊപ്പം ആ കുട്ടിയുടെ കസിൻ അദ്ദേഹവും പറയുന്നത് അവൻ്റെ ചാറ്റിലൂടെയാണ് അവൻ എന്തെല്ലാം, അതായത് ഒരു 15 വയസ്സുകാരന് താങ്ങാവുന്നതിലപ്പുറം, അതായത് ക്ലോസറ്റിൽ നക്കിക്കുക, ഫ്ലഷ് ചെയ്യുക, അതായത് ക്ലോസറ്റിനകത്ത് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് ഫ്ലഷ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ ഈ സിനിമയിലൊക്കെ, ഇംഗ്ലീഷ് സിനിമകളിൽ, ഹോളിവുഡിലെ എക്സ്ട്രീമിസ്റ്റ് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ രീതികളൊക്കെ. അപ്പോൾ ഇത് ചെയ്തതൊക്കെ ആരാണ്? അവൻ്റെ സ്കൂളിലെ സഹപാഠികളാണ്, അവനോടൊപ്പം പഠിക്കുന്നവരാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത്. 9ാം ക്ലാസ്സുകാരനോട്, അതായത് 15 വയസ്സെന്ന് പറയുമ്പോൾ കൂടി വന്ന മാക്സിമം 9ഓ 10ഓ ആ വിദ്യാർത്ഥിയോട് ചെയ്ത ഇതാണ്. പക്ഷേ ഇവിടെ ആ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ, തൃപ്പൂണിത്തുറയിലെ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിച്ചിരുന്നത്. അതിന് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ അവൻ എന്തോ കാരണം കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായിട്ട് അവനെ ആ സ്കൂളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരാണ് സൈക്കോകൾ? ഇവനാണോ, ഈ മരിച്ച കുട്ടിക്കാണോ പ്രശ്നം, അതോ ചുറ്റിനും നിൽക്കുന്ന സ്കൂൾ അധികൃതർക്കും പാരൻസിനും ഈ റാഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും? ഇതിൽ എല്ലാവർക്കും പങ്കുണ്ട്. കാരണം ഇപ്പൊ ഇത്രയും ഒരു സംഭവം നടന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടി സ്വന്തം മാതാപിതാക്കളോട് ഇത് ഷെയർ ചെയ്തില്ല? അതൊരു ചോദിക്കേണ്ട ചോദ്യം. പൗർണമി, സത്യത്തിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുമ്പോൾ എനിക്ക് രോഷം തോന്നുന്നുണ്ട് ഈ ഒരു കാര്യം എടുത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഈ കുഞ്ഞുങ്ങള് ഈ പബ്ലിക് സ്കൂളുകളിൽ കൊണ്ട് പാരൻസ് തള്ളുന്നു. ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂള് അല്ലെങ്കിൽ ഈ ജം സ്കൂൾ എന്നൊക്കെ പറയുന്നത് തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ കൊച്ചിയിലെ അല്ലെങ്കിൽ ഏതൊരു സിറ്റിയിലെയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂളുകളാണ്. CBSE കിരീടം കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുക, ICSE കിരീടം കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുക. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഈ എത്രയോ കുട്ടികളാണ് ആത്മഹത്യ, ഇതിനു മുമ്പും പണ്ടൊക്കെ ഈ നവോദയ സ്കൂളിലൊക്കെ ആത്മഹത്യ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ. എന്ത് പ്രയോജനമാണ് ഇത്? സത്യത്തിൽ ഇതിന്റെ യഥാർത്ഥ ഘാതകർ എന്ന് പറയുന്നത്, റിയൽ കൾപ്രിറ്റ്സ് ബിഹൈൻഡ് ദിസ് സൂയിസൈഡ് പറയുന്ന അവന്റെ പാരന്റ്സ് തന്നെയാണ്. അവന്റെ പാരന്റ്സും അവനെ പഠിപ്പിക്കുന്ന അധ്യാപകരും മാത്രമാണെന്ന് ഞാൻ പറയുന്നത്. ഈ സ്കൂളില് ഇത്രയൊക്കെ ക്രൂരത നടന്നിട്ടും സ്കൂൾ അധികൃതർ ഇതിനെ പറ്റി ഒന്നും, പ്രസ്റ്റീജിയസ് സ്കൂളായ ഗ്ലോബൽ സ്കൂളിലെ അധികൃതർ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവൻ ഐസൊലേറ്റഡ് ചെയ്യാൻ അവർക്ക് നല്ല തിരക്കായിരുന്നു. ഒരു കുട്ടിയോട് അത് മുൻപ് പഠിച്ച ജംസ് സ്കൂളിലായിരുന്നു ഈ ഐസൊലേറ്റ് ചെയ്തിരുന്നത്, ഗ്ലോബലല്ല. ഗ്ലോബലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമേ ആയുള്ളൂ ഇവിടെ പഠിക്കാൻ വന്നിട്ട്. എന്തു ആയിക്കോട്ടെ, ഇപ്പൊ ഗ്ലോബലിലായാലും ഇവർക്കൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനത്തെ ശിക്ഷാ നടപടികൾ വെച്ച് അല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? അവരുടെ ഇമേജ് പോവുമല്ലോ ഇത് പുറത്തറിഞ്ഞാൽ. അതായത് ഇങ്ങനെയുള്ള കഠിന ശിക്ഷകൾ കൂടി ഇവരെന്നെ മറ്റേ കാശ് കൊടുത്ത് വാങ്ങിച്ച അടിമകളാണോ കുട്ടികൾ എന്ന് പറയുന്നത്? 10, 15, 20 കിലോയുള്ള ബാഗുകൾ പണ്ട് കുഞ്ഞുങ്ങൾ തൂക്കിയിരുന്നതിനെ കുറിച്ച് വേവലാതിപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ എന്ന് ഓർക്കണം. അന്നും അതിനുവേണ്ടി ആക്രോശവും മുറവിളിയും കൂട്ടിയിട്ടുണ്ട്. ഈ കുട്ടികൾ എന്തിനാണ് ഇത്രയും ബുക്സ്? ഇപ്പം എൻ്റെ വീട്ടിലും ഉണ്ട്. എൻ്റെ മോളെ ഞാൻ ഒരിക്കലും CBSE സ്കൂളിൽ പഠിപ്പിക്കില്ല. അത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. അവൾ 3ാം ക്ലാസ്സുകാരിയാണ്. അവളെ ഞാൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ബട്ട് എൻ്റെ നെവ്യൂ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിന്റെ മകനും എൻ്റെ കസിൻസ് എല്ലാവരും CBSE-ക്കാരാ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വെറും 1ാം ക്ലാസ്സിലും UKG-ലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നോട്ടുകൾ അല്ലെങ്കിൽ ബാഗ്, ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നെഞ്ചു വിങ്ങും നമ്മുടെ. ഈ കുഞ്ഞുങ്ങൾ ഇത് എങ്ങനെ താങ്ങിക്കൊടുക്കും? കാരണം ഞാനത് കണ്ട് വേദനിച്ച ഒരാളാണ്. എൻ്റെ ബ്രദർ പോകുന്നത് കണ്ട് അവൻ ഈ പറഞ്ഞ പോലെ 10, 20 കിലോ ഒക്കെ ചുമന്നുകൊണ്ട് സൈക്കിളും ചവിട്ടി സ്കൂളിൽ പോയിരുന്ന ഒരു കാലം എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെയാണ്
യാതൊരു തരത്തിലുള്ള മനസാക്ഷിയും ഇല്ലാത്ത രീതിയിലാണ് കുഞ്ഞുങ്ങളെ ഈ CBSE ICSE വാർത്തെടുക്കുന്നത്. ഭാവിയിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം മിക്ക കൾപിറ്റ്സും, അതായത് കഠോരമായ കൊലപാതകങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും കഠോരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെല്ലാം അവരുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള വമ്പൻ സ്കൂളുകളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. അവർക്ക് ഒരാളോടും അനുകമ്പ അനുതാപം ഇതൊന്നുമില്ല. സ്പൂൺ ഫീഡിംഗ് ആണ് ഒന്നാമത്തെ. അവർക്കൊരു സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വന്തം ചിന്തയിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യാനോ ഉള്ളൊരു ബോധം അവർക്ക് ട്രെയിനിങ്ങിൽ കിട്ടുന്നില്ല പഠിപ്പിക്കുന്ന സമയത്ത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ചാറ്റിലൂടെയാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. അത് ഈ കുട്ടി, മരിച്ച മിഹിർ എന്ന് പറയുന്ന കുട്ടി തൻ്റെ ഫ്രണ്ട്സിനോട്, കൂടുതലും ഫ്രണ്ട്സ് ഈ പഴയ സ്കൂളിലായിരുന്നു, അവൻ ആ സ്കൂളിൽ നിന്ന് മാറാൻ താല്പര്യം ഉണ്ടായിട്ടായിരുന്നില്ല. സ്കൂളും ടീച്ചേഴ്സിനും എല്ലാം ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് 3 മാസം സസ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ റീസൺ ഇവര് പറഞ്ഞിട്ടില്ല. 3 മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു, കമ്പനി ഒന്നും അത്രയും കാണില്ല. അപ്പൊ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ ആ ആളോട് പുതിയതായിട്ട് വന്ന ഒരാളോട് ഏത് സമീപനമാണോ അതായിരിക്കും അവരും സ്വീകരിച്ചിട്ടുണ്ടാവുക. ഈ ചാറ്റില് ഈ പഴയ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് ഈ സ്കൂളിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ടെന്ന്. അതിനകത്ത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ പറയുന്നു, ഇവർ ഈ ചാറ്റ് കണ്ട് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൻ മരിച്ച കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ്, ചാറ്റ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അതായത് സോക്കോൾഡ് ഇംഗ്ലീഷ്, ആ ഒരു മീഡിയം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ചാറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ കുട്ടി മരിച്ചു എന്ന് പറയുന്നതിനെ പോലും കളിയാക്കിക്കൊണ്ടാണ് ഇവര് പരസ്പരം അതെ അവന്റെ മരണം വരെ ആഘോഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തൊരു മൈൻഡ് സെറ്റ് അല്ലേ ഇവരൊക്കെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്ക്. സത്യത്തിൽ ഇവരൊക്കെ ശരിക്കും ഒരു പൊതുസമൂഹത്തിന്റെ ശാപമല്ലേ? മരിച്ച കുട്ടിയുടെ ഒരു ഇത് മാത്രമല്ലാതെ ഇവർ എന്ത് മൈൻഡ് സെറ്റ് ആവും? ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകും, അതിക്രൂരമായ റേപ്പിന് ഇരയാക്കുക, ഇതെല്ലാം ഇവരുടെ ഗ്യാങ് ചെയ്യും. ഇനി തീർച്ചയായും നമ്മള് വിദൂരതയിൽ കണ്ട പേടിച്ചിരുന്ന ദുസ്വപ്നങ്ങളൊക്കെ ഇവരെ പോലുള്ള സമൂഹം, ഇവരെ പോലുള്ള വിദ്യാർത്ഥികൾ റിയലിസ്റ്റിക് ആക്കി മാറ്റും. സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള റാഗിങ് സംഭവങ്ങളൊക്കെ ഇപ്പാണ് ഈ പൊങ്ങി വന്നുകൊണ്ടിരുന്നത്. മറ്റത് കോളേജിൽ കാലാകാലങ്ങളായിട്ട് ഒരു കാലത്തുണ്ടായിരുന്നു. പൗർണമി, ഈ റാഗിങ് എന്ന് പറയുന്ന സംഭവം ഈ പ്രൊഫഷണൽ, അതായത് ഈ CBSE സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ, അതായത് ഒരു മൊട്ടുസൂചി വീണാൽ അത് അവരുടെ കണ്ണിൽ എത്തുമെന്ന് പറയുന്ന ഡിസിപ്ലിൻ ആക്ഷൻ. ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉള്ളല്ലോ. അതെ, ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമല്ല, പ്രസ്റ്റീജ് സ്കൂള് ആവശ്യത്തിൽ കൂടുതൽ ഫീസ് ഇതെല്ലാം വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഡിസിപ്ലിൻ, ലാംഗ്വേജ്, അക്കാഡമിക് കരിയർ അല്ല അക്കാഡമിക് ഇതൊക്കെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്. ആ സംഭവത്തിൽ നിന്ന് ഈ ഡിസിപ്ലിനിന്റെ ഭാഗമല്ലേ ഇതൊക്കെ. ഈ റാഗി അതിൽ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഇവന്റെ പാരന്റ്സിനോ ആ സ്കൂൾ അധികൃതർക്കോ ഇതറിയില്ല. പക്ഷെ സ്കൂൾ അധികൃതർ ഇതൊക്കെ ഒതുക്കാൻ ശ്രമിച്ചു തന്നെ അമ്മ പറയുന്നത്. അമ്മ എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ മരണത്തിന് ശേഷം മാത്രം ഇതെല്ലാം അറിഞ്ഞത്? അവർ അതുവരെ എവിടെയായിരുന്നു? എന്ത് ചെയ്യുമായിരുന്നു അവര്? ഇപ്പൊ ഈ ജെം സ്കൂളിൽ അവന്റെ കാര്യങ്ങൾ പറയുന്നത്, ജെം സ്കൂളിൽ അവൻ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റി എന്ന് പറയുമ്പോൾ ഈ അമ്മ അവനെ അവിടുന്ന് അമ്മയും അച്ഛനും കൂടെ ചേർന്ന് അവനെ ഈ ഗ്ലോബലിലേക്ക് മാറ്റുന്നു. അവർ അതിനകത്ത് തുറന്ന കത്തിൽ ചോദിക്കുന്നുണ്ട്, സാധാരണക്കാരായ ഞങ്ങളുടെ മക്കളെ എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ ആ സ്കൂളിലേക്ക് അയക്കുന്നവർ ചോദിക്കുമ്പോൾ അവർ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കി ചോദിച്ചൂടെ ഇവരെന്തിനാണ് അവനെ അങ്ങോട്ട് അയച്ചത്? എന്തുകൊണ്ട് അവൻ ഇൻസ്റ്റഗ്രാം ചാറ്റ് ചെയ്ത് സുഹൃത്തുക്കളോടൊപ്പം ഇത്രയും കഠോരമായ പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ ഒരു വട്ടം പോലെ അമ്മേ എനിക്ക് പറ്റത്തില്ല, ഞാനത് ആ സ്കൂളിൽ പോവില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വയ്യമ്മ ഞാൻ മരിച്ചു പോകും എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഇതിനു മുമ്പ് അറിയില്ല. അങ്ങനെ പറയാനുള്ള ഒരു ഫ്രീഡം പേരൻസ് കൊടുക്കണം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചോദിച്ച കാര്യത്തിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് എല്ലാ പേരൻസിന്റെയും ചിന്താഗതി മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്ന് തന്നെയാണല്ലോ. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. എന്ത് നല്ല സ്കൂൾ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലുള്ള സ്കൂളുകളിൽ മാത്രമേ ഈ നല്ല എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ, ഫീസ് കൊടുത്ത് പഠിപ്പിച്ചാൽ മാത്രമേ എഡ്യൂക്കേഷൻ വാല്യൂ ഉള്ളതാവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചിന്തയുള്ള അല്ലെങ്കിൽ എൻ്റെ കുട്ടികളും മറ്റുള്ളവരെ പോലെ വലിയ സ്കൂളിൽ പഠിക്കണം, ആ ഒരു ധാരണയുടെ പുറത്താണ് ഇങ്ങനെയുള്ള സ്കൂളുകൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജിനുള്ളൊരു പ്രയോറിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളൊരു പ്രയോറിറ്റി എത്രയാണെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം, അല്ലെ പേരൻസിനും അറിയാം. അപ്പോൾ അവർ ചിന്തിക്കുന്നത് നോർമൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് ഒരു നിലവാരം ഉണ്ടാവില്ല. എന്നാൽ പണ്ടത്തെ പോലല്ല, അത് മാറി. ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പരിധിയിലുള്ള ആളുകൾക്ക് സാധിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴും അത് അംഗീകരിക്കാൻ പലരും തയ്യാറല്ല. ഈ പറയുന്ന ഹൈ പ്രൊഫൈൽ സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് ICSE CBSE സിലബസ് പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടാവുള്ളൂ,
കുട്ടിക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ എന്ന തെറ്റിദ്ധാരണയുടെ പുറത്താണ് എല്ലാവരും ഈ സ്കൂളുകൾ, ഇത്തരത്തിലുള്ള സ്കൂളുകൾ ചൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അതോടൊപ്പം തന്നെ ഇപ്പോൾ ശരിയാണ് അവർ പറയുന്നത് എൻ്റെ മോനെ ഏറ്റവും നല്ല സ്കൂളിൽ ഞാൻ ചേർക്കുന്നു, ഏറ്റവും ഡിസിപ്ലിൻ ആയിട്ട് സ്കൂളിൽ ചേർത്തു, അപ്പോൾ അതുകൊണ്ട് ഒരു മോൻ അവിടെ സേഫ് ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവന് ഈ ജം സ്കൂളിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവർക്കറിയാം. അതിന്റെ പേരിലാണ് കമ്പൽസറി ആയിട്ട് അക്കാഡമിക് ഇയർ തീരാറായപ്പോൾ അവൻ ഈ സ്കൂളിലേക്ക് അവർ ചേർക്കുന്നത്. 3 മാസത്തോളം അങ്ങാണ്ടായിട്ടുള്ളൂ ഗ്ലോബൽ സ്കൂളിൽ വന്നതിന് ശേഷം. അപ്പോഴും അവര് അങ്ങനെ അവനെ അവിടെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്വാധീനം ഉറപ്പുണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാതെ ഒരിക്കലും ഒരു CBSE സ്റ്റുഡന്റിനെയും പ്രത്യേകിച്ച് CBSE സ്കൂളിൽ പകുതിക്ക് അക്കാഡമിക്കൽ അവർ എടുക്കില്ല. ഭയങ്കര പ്രശ്നങ്ങളാണത്. അവർ മാക്സിമം ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും ഈ പാരന്റ്സിന് അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവർ ഗ്ലോബലി കൊണ്ട് ചേർത്ത് കൊച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ചേർക്കുമ്പോൾ അവന്റെ മാനസിക വ്യാപാരങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഇത്രയും അതിക്രൂരമായ, അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല സ്കൂളുകളിലൊക്കെ ഇത്രയും റാഗിങ് നമ്മുടെ മക്കളെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മകൻ എന്താണെന്നും അവന്റെ ഒരു സിറ്റുവേഷനും അവൻ പോകുന്ന മാനസിക വ്യാപാരങ്ങൾ, സഞ്ചരിക്കുന്ന ചിന്താഗതികളും ഒക്കെ എന്താണെന്ന് തിരിച്ചറിയണം. അത് ചിന്താഗതികൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അവർക്ക് അവരുടെ മകനെ ഇപ്പോൾ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സ്കൂൾ അധികൃതർ എന്തുകൊണ്ട് ശക്തമായ ഇൻസ്പെക്ഷൻസ് ഇത് ശരിക്കും കേന്ദ്രത്തിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. CBSE എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ബോർഡാണ്. അപ്പൊ ആ സെൻട്രൽ ബോർഡിൽ നിന്ന് എന്തുകൊണ്ട് സ്കൂളിന്റെ ക്വാളിറ്റി നോക്കും, ശരി നാക് എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിൽ വരുമായിരുന്നു, അതുപോലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന നേരത്തെ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷ, കുഞ്ഞുങ്ങളുടെ ഡിസിപ്ലിൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അവരുടെ മാനസിക ആരോഗ്യം, ദാറ്റ് ഈസ് എ മസ്റ്റ് തിങ് ആണ് എനിക്ക് തോന്നുന്നു. മാനസിക ആരോഗ്യത്തിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് കേന്ദ്രീയ മന്ത്രാലയം ഒരു സ്ക്വാഡിനെ ഇതുപോലുള്ള സ്കൂളുകളിലേക്ക് അയക്കുന്നില്ല? ഇല്ലെങ്കിൽ ഇങ്ങനെ അയച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരുപാട് ആത്മഹത്യ ഇനി കൂടും പൗർണമി. കാരണം അവർക്ക് ആരുമില്ല സംസാരിക്കാൻ, അവർക്ക് ആരുമില്ല, അച്ഛനമ്മയില്ല, സ്കൂൾ അധികൃതരില്ല, അധ്യാപകരില്ല. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സോ കോൾഡ് CBSE സ്കൂളുകളിൽ സംഭവിക്കുന്ന ഇതാണ്. കുഞ്ഞുങ്ങൾ ചുരുങ്ങി അവസാനം എക്സ്പ്ലോഡ് ചെയ്യുന്നതാണ് അവരുടെ സൂയിസൈഡിലേക്ക് എത്തുന്നത്. എന്തു നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ സ്വപ്നം കണ്ട, അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ സ്വപ്നം കണ്ട ഒരു പയ്യൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സ്കൂളിന്റെ പീഡനം, സ്കൂൾ റാഗിങ് കൊണ്ട് മരണപ്പെടുക. അതിൽ ഒരു ലെവലേശം കുറ്റബോധമില്ലാത്ത ആ റാഗിസ്റ്റുകൾ എന്താണ് അവരെ പറയേണ്ടത്? അത്രയ്ക്ക് വൃത്തികെട്ടവന്മാർ, അത് തന്നെയാണ് പറയേണ്ടത്. അല്ല, ഈ കുട്ടികളെന്നുള്ള പരിഗണന കൊടുക്കാതെ തന്നെ ഇവർക്ക് ശിക്ഷ കൊടുക്കണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ വേണ്ടത് ഈ അച്ഛനെയും അമ്മയും കറക്റ്റായിട്ടൊന്ന് എന്തുകൊണ്ട് അവർ ഇത് ഈ കുഞ്ഞിനോടുള്ള രീതികളൊക്കെ എന്തായിരുന്നു എന്ന് അന്വേഷിച്ചു ഒരു കൗൺസിലറുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് എന്തായിരുന്നു അവർക്ക് ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം, അച്ഛനും അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് അവൻ അവരോട് ഇന്ററാക്ട് ചെയ്തിരുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അല്ലാതെ ഒറ്റയടിക്ക് റാഗ് ചെയ്ത കുട്ടികളെയും ഒറ്റയടിക്ക് സ്കൂളുകാരെയും മാത്രം കുറ്റപ്പെടുത്താതെ തീർച്ചയായിട്ടും പാരന്റ്സ് നമ്മുടെ മക്കൾ നമുക്ക് ഈ പറയുന്ന മാണിക്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും അവരുടെ കീനായിട്ടുള്ള കാര്യങ്ങളിൽ വരെ ശ്രദ്ധ ചെലുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.